Hi friends, welcome to my channel. ഇന്ന് നമ്മൾ മുന്നിലുള്ളതാണ് ഫയർ എക്സിക്യൂഷൻ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു ഫയർ എക്സിക്യൂഷൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. അതായത് നമ്മൾ പല പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഫാക്ടറീസ് ആയിക്കോട്ടെ, ഇപ്പോൾ മിക്ക സ്ഥാപനങ്ങളിൽ എന്താണ് ഇതുപോലെ നമുക്ക് സിലിണ്ടറിൽ ഈ ഫയർ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഫയർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു സാധനം നമുക്ക് എന്താണ് ഭിത്തിയിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫയർ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഈ ഒരു ഫയർ എക്സ്റ്റിങ്ഗ്വിഷർ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ചെറിയ ലോക്കുകൾ വരുന്നുണ്ട്. അതായത് ചെറിയ ലോക്കുകളൊക്കെ റിമൂവ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ഈ ഫയർ എക്സിക്യൂഷൻ നമുക്ക് ഫയർ എക്സിൽ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിന് വെയിറ്റ് ഉണ്ടെന്നല്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം ഫയർ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയി വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഫയർ എക്സിക്യൂഷൻ സിലിണ്ടറൊക്കെ കാണുമ്പോൾ ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്കും ഇതുപോലുള്ള സിലിണ്ടറൊക്കെ എടുത്തിട്ട് നമുക്ക് ഫയറൊക്കെ എടുത്തായാലും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ കോമൺ ആയിട്ട് ഈ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രം അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എന്താണ് കുറച്ച് ക്ലോസ് ആയിട്ട് ഈ ഒരു സിലിണ്ടർ നമുക്ക് എങ്ങനെ അതല്ലെങ്കിൽ ഇതിനകത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ പുറത്തേക്ക് വരുത്താം, അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പോൾ സ്ക്രീനിൽ എന്താണ് നമ്മുടെ ഫയർ എക്സിക്യൂഷനിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മേലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ലിവർ കാണാൻ പറ്റും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു മീറ്റർ, ചെറിയൊരു എന്താണ് വാൽവ്, അതിൻ്റെ ഒരു റീഡിങ് കാണിക്കാനായിട്ട് ചെറിയ മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നല്ലൊരു ടെൻഷനുള്ളൊരു എന്താണ് ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു ഓസ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് നോസിൽ കാണാൻ കഴിയും. ഓക്കെ, ഈ ഇത് സിലിണ്ടറിൻ്റെ അകത്താണ് നമ്മൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എക്സ്പയറി ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. റീഫില്ല് ചെയ്തൊക്കെ വേണം യൂസ് ചെയ്യാനെന്ന് പറയുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കമ്പനികളിലും ഷോപ്പുകളിലൊക്കെ ഇതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സ്പയറി ആകുമ്പോൾ ഇതിൽ ഗ്യാസ് കറക്റ്റായിട്ട് പുറത്തേക്ക് വരാതെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അതിൻ്റെ വാൽവുകളും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് റീഫില്ല് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ സിലിണ്ടറിൻ്റെ മേലെ വരുന്ന ഈ വാൽവും അതുപോലെ തന്നെ നമ്മൾ ഈ ലിവറും ശേഷം ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു വാൽവിൻ്റെ അകത്ത് നിന്ന് ചെറിയൊരു ലോക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലോക്കിംഗ് എങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ മീറ്ററിലെ റീഡിങ്ങിനെ ആദ്യം നോക്കാം. ഇതിനകത്തൊരു നീഡിൽ കാണാൻ കഴിയും. അതായത് ഈ മീറ്ററിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന റെഡ് കളറിലും അതുപോലെ തന്നെ ഗ്രീൻ കളറിലും റെഡ് കളറും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റെഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ആണ്, ഇപ്പുറത്ത് ഹൈ റേഞ്ചാണ് കാണിച്ചിരിക്കുന്നത്. സെൻറ്ററിൽ നോർമൽ കണ്ടീഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സേഫ് സോൺ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനിൽ റീഡിങ് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഓക്കെ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ എന്താണ് ഫയർ എക്സിക്യൂഷൻ എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് മറിഞ്ഞ് വീണാലോ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളാരും ഇത് അറിയാതെ യൂസ് ചെയ്യാതിരിക്കാനായിട്ടും നമ്മൾ വെറുതെ ഇതിൽ ലിവറിൽ പ്രസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് ഇതിലൊരു സേഫ്റ്റി ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അല്ലാത്ത കണ്ടീഷനിലൊക്കെ ഇതെന്താണ് നമ്മൾ അറിയാതെ ഇതിൽ പ്രസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഈ സിലിണ്ടർ മറിഞ്ഞു വീണാൽ ഇത് പ്രസ്സായിട്ട് ഗ്യാസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സേഫ്റ്റി ലോക്കുകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ഫൈബറിൻ്റെ ജസ്റ്റ് ഒരു ലോക്കാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോരും. ശേഷം ഇതിൻ്റെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സൈഡിലായിട്ട് ഓക്കെ നമുക്കൊരു കീ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു പിന്നാണ്. ഇത് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു പിന്നുണ്ടോ, ഈ ഒരു പിന്ന് നമ്മളെന്താണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതായത് ഈ പിന്ന് ജസ്റ്റ് ഒന്ന് ഈ ടാഗ് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ പിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ പിന്ന് പുറത്തേക്ക് പോരും. ശേഷം ഈ കാണുന്ന ഹോൾഡർ, ഈ ഫൈബറിൻ്റെ ഒരു സെൻറ്ററിലൊരു ഹോൾഡർ വെച്ചേക്കാനാണ്, അതായത് ഈ ലിവർ പ്രസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പല മോഡലിലും വ്യത്യാസം ഉണ്ടാവും. ചിലതിൽ ഈ കീ മാത്രം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ സെൻറ്ററിലുള്ള കീ വലിച്ച് ഊരിയെടുത്തതിന് ശേഷം മാത്രം എന്താണ് ഇതുപോലെ ഫൈബറിൻ്റെ ഹോൾഡർ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്തു നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഫ്രീ ആയി കിട്ടുള്ളൂ. അതായത് ഈ ലിവർ നമുക്ക് പ്രസ് ചെയ്യാൻ പാകത്തിന് ഫ്രീ ആയി കിട്ടുള്ളൂ. ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് നോക്കുക, എല്ലാവരും പൈപ്പ് വന്നിക്കണമെങ്കിൽ നോസിൽ താഴെ നിൽക്കണം. ഓക്കെ, നോസിൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഊരിയെടുക്കുക.
ശേഷം നമുക്ക് എങ്ങനെയാണോ ഫയർ ഡയറക്ഷൻ, അതായത് നമുക്ക് ഫയർ ഏത് ഭാഗത്തേക്കാണ് വരേണ്ടത് ഈ സിലിണ്ടറിലും വിട്ടിട്ട് നമ്മൾ എന്താണ് ഇത് താഴെ പൊസിഷനിലാക്കി പിടിക്കുക. അതായത് എപ്പോഴും ഫയറിൻ്റെ താഴെ പൊസിഷനിലേക്ക് വേണം ഈ ഗ്യാസ് നമ്മൾ ഫ്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൈ എന്നാണ് ഈ നോസില്, അതായത് ഈ കാണുന്ന പൈപ്പിൻ്റെ നോസില് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നല്ല പ്രഷറിലായിരിക്കുള്ളൂ ഈ ഗ്യാസ് വരിക. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം മാത്രം നമ്മൾ എന്താണ് ഈ ലിവറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയർ എക്സിക്യൂഷനിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഹൈ പ്രഷറിൽ എക്സിറ്റ് ആവും. അപ്പോൾ നമ്മൾ ഫയർ കത്തുന്ന ഏതൊരു സ്പോട്ടിലാണെന്നുണ്ടെങ്കിലും അവിടേക്ക് എന്താണ് ഡയറക്റ്റ് അതിൻ്റെ ഫയറിൻ്റെ ഏറ്റവും താഴെ ലെവലിലേക്ക് ഇതുപോലെ ഗ്യാസ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞിട്ട് ഇതുപോലെ ഫയർ ഡൗൺ ആയി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫയർ എക്സിക്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് ഉണ്ട്. അതായത് ഇതിപ്പോൾ ഒരു ബിഗ് സൈസിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 12 കിലോ കൂടുതൽ ഇതിൽ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 12 കിലോ കൂടുതൽ വരും. ഗ്യാസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 5 കിലോ വെയിറ്റ് മാത്രമേ ഈ സിലിണ്ടറിന് വരുള്ളൂ. അപ്പോൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഗ്യാസ് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു 12 കിലോ മേലുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊന്നും ഇതെടുത്ത് ഉയർത്താൻ പറ്റില്ല. അപ്പോൾ നമുക്കും ഒരുപാട് നേരം ചിലപ്പോൾ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരമാവധി നിങ്ങളെന്താണ് ഈ പരമാവധി ഇതുപോലെ നമ്മൾ സിലിണ്ടർ താഴെ വെച്ചതിന് ശേഷം നോസിൽ ഫ്രണ്ടിലോട്ട് നമ്മൾ ഫയർ എക്സിക്യൂഷൻ എവിടെയാണോ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോസിലിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അത് ഡയറക്ഷൻ കറക്റ്റ് പിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം നേരത്തേക്ക് ഉണ്ടാവില്ല. ഗ്യാസ് ഒരു 9 ലിറ്ററാണ് ഇതിൽ വരുന്നത്. ഇതിൽ കൊടുത്തേ കാണാൻ പറ്റും നമുക്ക് കപ്പാസിറ്റി 9 ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ ഒരു ടാങ്കിൽ വരുന്നത്. അപ്പോൾ അതൊരു നമുക്ക് കുറച്ച് നേരത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഗ്യാസ് എക്സിറ്റ് ചെയ്ത് കളയാതെ നമ്മൾ ഫയറുള്ള ഭാഗത്തേക്ക് മാത്രം അടിച്ചിട്ട് ഫയർ കെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സേഫ്റ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത് അറിയാത്തവരുണ്ടാവും. ഇത് ഈ ലോക്ക് എങ്ങനെ റിലീസ് ചെയ്യണം എന്നുള്ളതും ഇതിൽ ഗ്യാസ് ഉണ്ടോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്തി എന്നുള്ളതൊക്കെ എങ്ങനെ അറിയാത്തവരുണ്ടാവും. ഇത് യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. ഫയർ കത്തുന്ന സമയത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഫയർ എക്സിക്യൂഷൻ യൂസ് ചെയ്യാം. അതിനായിട്ട് റൂളോ കാര്യങ്ങളോ ഇത് യൂസ് ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള റൂൾസോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഫയർ എക്സിക്യൂഷൻ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ നോക്കി വെക്കുക. അതായത് ഇതിൽ വരുന്ന മെയിനായിട്ട് ഈ ലോക്കിൻ്റെ ഈ ഒരു പ്രത്യേകത മാത്രം, ലോക്ക് എങ്ങനെ റിലീസ് ചെയ്യുന്നുള്ള മാത്രം നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഈ ഫയർ എക്സിക്യൂഷനിൽ ഇനി ഗ്യാസിനെ കുറിച്ചും ഇതിനകത്ത് കൂടുതൽ എന്തൊക്കെ ഐറ്റംസുകളാണ് മിക്സ് ആയേക്കെന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഫയർ എക്സിക്യൂഷൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം.